ഹലോ ഫ്രണ്ട്സ്, കുഞ്ചൂസ് ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പുതിയ മിഷൻ ഞാൻ വാങ്ങിച്ചൊരു പുതിയ മിഷനാണ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന്. അതേപോലെ തന്നെ ഈ മെഷീൻ എങ്ങനെ ഉപയോഗിക്കുന്നതെന്നും അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന സ്റ്റിച്ചുകൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സിംഗറിൻ്റെ മെഷീനാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. M2105 എന്നിട്ടുള്ള ഹെവി ഡ്യൂട്ടി മെഷീനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനൊപ്പം നമുക്ക് കുറച്ച് ബോണസായിട്ട് കുറച്ച് അനുബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ട്. ബോബിൻ, അതേപോലെ തന്നെ കവറ്, പിന്നെ ത്രെഡ് റിമൂവർ, ക്ലീനർ, നീഡിൽസ്, അങ്ങനത്തെ കുറച്ച് പിന്നെ കുറച്ച് പ്രഷർ ഫുഡ്സുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ബട്ടൺ ആയാലും ബട്ടൺ ഹോൾ അടിക്കാനായിട്ടുള്ള കുറേ അനുബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിനിത് തുറന്നു നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഇങ്ങനത്തെ ഒരു മെഷീൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പർപ്പസുകളൊക്കെ നോക്കുമ്പോൾ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളതാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 6 kg വെയിറ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എവിടേക്ക് വേണമെങ്കിലും ഈ മെഷീൻ നമുക്ക് മൂവ് ചെയ്യാം. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെടാൻ കാരണം നമുക്കത് പൊന്തിക്കാനായാലും ജസ്റ്റ് ഒന്ന് അതിനൊരു ഹാൻഡിലുണ്ട് പൊക്കാനായാലും. പിന്നെ നമുക്ക് പെഡൽ, അതായത് നമുക്ക് എക്സലേറ്റർ ഉണ്ട്, അത് കണക്ട് ചെയ്യാൻ ഈസി ആയിട്ട്. നമുക്കിവിടെ 3 പിന്നാണ് കിട്ടിയിരിക്കുന്നത്, സ്ക്വയർഡ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് ബോണസായിട്ട് കുറച്ച് അനുബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് വേറെ നല്ല ബോബിന്, കേസ്, പിന്നെ കുറച്ച് പ്രഷർ ഫുട്ട്. കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രഷർ ഫുട്ടുകളുണ്ട്. പക്ഷെ അതിൽ കോമൺലി നമുക്കൊരു ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ട അത്യാവശ്യത്തിന് പ്രഷർ ഫുട്ടുകളുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു മെഷീൻ നല്ല നീറ്റായിട്ട് വെക്കാൻ പറ്റിയൊരു കവറും. ഈ ഇങ്ങനെയുള്ള ഒരു മെഷീന് എനിക്ക് വന്നത് 449 ആണ്. പ്രൈസിനെ കുറിച്ചിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ വഴിയേ പറയുന്നതായിരിക്കും. പിന്നെ നമുക്ക് കംപ്ലീറ്റ് ഈ മെഷീനെ കുറിച്ച് A to Z കാര്യങ്ങൾ അറിയുന്ന ഒരു മാനുവൽ ഉണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രഷർ ഫുട്ടുകളായിക്കോട്ടെ, അതേപോലെ തന്നെ സ്റ്റിച്ചസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു മാനുവലിൽ കാണാം. ഇപ്പോൾ ഈവൻ നമുക്ക് ഈ ഒരു മെഷീൻ യൂസ് ചെയ്യാൻ അറിയില്ല എന്ന് വെച്ചിട്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു മാനുവൽ നോക്കാന്ന് വെച്ചെങ്കിൽ മാക്സിമം എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് ബോണസായിട്ട് കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇതെന്ന് പറയുന്നത് നമ്മളെ ത്രെഡ് ഇടുന്നതിൻ്റെ ഇടയിലിടുന്നതാണ്. പിന്നെ ബട്ടൺ ഹോൾ അടിക്കുന്നത്, അതേപോലെ തന്നെ പിന്നെ ഒരു ട്രയാങ്കിൾ ലിവർ, പിന്നെ ത്രെഡ് കട്ടർ, പിന്നെ നമുക്ക് ക്ലീനിങ് ചെയ്യാൻ ആവശ്യത്തിനായിട്ടുള്ള ഒരു ബ്രഷ്, ചെറിയൊരു ബ്രഷാണ്. പിന്നെ ഇതൊരു പവറായിട്ട് നമ്മുടെ ആക്സിലേറ്റർ, അത് പവറിൻ്റെയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് ലെങ്ത്തൊക്കെ ഉണ്ട് കണക്ട് ചെയ്യാനായാലും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മെഷീൻ ടേബിളിലായാലും അതേപോലെ തന്നെ ടിപ്പോയി എവിടെ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ എന്ന നിലയിൽ എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. നമ്മളിപ്പോൾ സിംഗിൾ ആയാലും ഡബിൾ ആയാലും ജുക്കായാലും എല്ലാ മെഷീൻസും യൂസ് ചെയ്താൽ ഈ ഒരു മെഷീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാം എന്നുള്ളതാണ് എനിക്കിഷ്ടമായത്. കാരണം ഇപ്പോൾ വീഡിയോസ് എടുക്കാനൊക്കെ ആയാലും നമുക്ക് ലൈറ്റ് അതിൻ്റെ എഫക്റ്റൊക്കെ നോക്കുമ്പോൾ നമുക്ക് മെഷീൻ കുറച്ചുകൂടി നല്ല പ്രസൻ്റ് ആയിട്ടുള്ള സ്ഥലത്തിരിക്കണം. അപ്പോൾ അതിന് സിംഗിൾ മെഷീൻ ആയാലും ഡബിൾ മെഷീൻ, ചുക്കി മെഷീനിലായി മൂവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഓൾറെഡി അതിൻ്റെ ഒപ്പം ടേബിളുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷീനിൽ നൂലിടുന്നത് അറിയണം, അതേപോലെ തന്നെ മെഷീനിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ അറിയണം. അതിനായിട്ട് നമുക്ക് ബോബിൻ വൈൻഡ് ചെയ്യണം. ബോബിൻ വൈൻഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ഇതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ഒരു ഡൗട്ടും തോന്നേണ്ട ആവശ്യമില്ല. ഇതിൽ ബോബിൻ വൈൻഡ് ചെയ്യേണ്ട മാർക്കിങ്ങും അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള മാർക്കിങ്ങും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് ഫൈബർ എന്ന് പറയാം, ഫൈബർ ടൈപ്പ് ബോബിനാണ്. അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ കടത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡിങ്ങിനെ സെറ്റ് ചെയ്ത് വെക്കാൻ ഈസിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യും, ഒരു 4 റോള് ജസ്റ്റ് ചുറ്റിയതിന് ശേഷം
വൈൻഡറിലേക്ക് എടുത്തിട്ടാണ് ചെയ്യാറ് സാധാരണ. നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്കിങ്ങനെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ ഒരു ഇതിൽ കറക്റ്റ് വിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യത്തിന് ചുറ്റുന്നതിനനുസരിച്ചിട്ട് ഈക്വലായിട്ട് എല്ലാ സൈഡിലേക്ക് പോകുന്നുണ്ട്. കാരണം നമുക്ക് അവിടെ ഒരു ഡിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ പ്രഷർ നമ്മൾ കറക്റ്റായിട്ടാണ് അതിൽ കൺട്രോൾ ചെയ്ത് പോകുന്നത്. ഇനി അടുത്തത് നൂലിടാനായാലും വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് അതിൽ നമുക്ക് മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. 1, 2, 3 അങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബോബിൻ വൈൻഡ് ചെയ്യുന്നതിനായിട്ട് അവർ ഡോട്ട് ലൈനിലും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ത്രെഡ് ഇടുന്നതിനായിട്ട് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗൈഡ് തന്നിട്ടുണ്ട്. ആ ഗൈഡിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ എന്നാലും ഒന്ന് പറയാം. ആദ്യം നമ്മൾ ത്രെഡ് സ്പൂൾ പിന്നിലിട്ടു. അതിനുശേഷം ഒരു ഏരോ മാർക്കിലൂടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനൊരു സ്ക്വയർഡ് ആ ഒരു പോർഷനിൽ കൂടെ കടത്തിയിട്ട് ടേക്കപ്പ് ലിവർ പൊക്കിയിട്ട് അതേ കൂടി ഒന്ന് കടത്തിയതിന് ശേഷം നീഡിൽ ബാറിന് മുകളിൽ ചെറിയൊരു ഐ കൂടി ഉണ്ട്, അതിലൂടെയും കടത്തിയിട്ട് വേണം സൂചിയിലേക്ക് ഇടാൻ. പലരും ഈ ഒരു ഐ മിസ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അതിന് എന്തെങ്കിലും കുറച്ച് ഡൗട്ട് വരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ മാനുവൽ എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൽ കറക്റ്റായിട്ട് അവർ പറയുന്നുണ്ട്. പിന്നെ എപ്പോഴും നൂലിടുമ്പോൾ കറക്റ്റായിട്ട് ഇടാൻ ശ്രദ്ധിക്കുക. നീഡിലൊക്കെ പെർഫെക്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റിച്ച് വീഴുമ്പോൾ നീഡിൽ ബ്രേക്ക് ആവാനും അല്ലെങ്കിൽ ചിലപ്പോൾ ബെൻഡ് ആവാനൊക്കെ ചാൻസസ് ഉണ്ട്. സാധാരണ സിംഗിൾ മെഷീൻ അല്ലെങ്കിൽ ഡബിൾ മെഷീൻ ഇടുന്നതായിട്ട് എനിക്ക് വളരെ ഈസി ആയിട്ടാണ് ഇതിൻ്റെ നൂലിടുന്നതായാലും തോന്നിയത്. പിന്നെ നമുക്ക് ബോബിൻ കേസ് ഇടുന്നതിനായിട്ട് അടിയിലാണ് ഇടുന്നത്. അതിനായിട്ട് ചെറിയൊരു പോർഷൻ, ഇതൊരു കണ്ടെയ്നറാണ്. നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ബോബിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ ഇതിൽ അത്യാവശ്യം സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് അവിടെയുണ്ട്. ഇനി നമുക്ക് ബോബിൻ കേസ്, സാധാരണ ആക്ച്വലി ഇതിൻ്റെ കേസ് എന്ന് പറയുന്നത് സിംഗിൾ മെഷീൻ്റെ കേസ് തന്നെയാണ് വരുന്നത്. ഈ മെഷീൻ എന്ന് പറയുന്നത് ഹെവി ഡ്യൂട്ടി മെഷീനാണ്. നമുക്ക് അത്യാവശ്യത്തിന് നല്ല കട്ടിയുള്ള തുണിയും അതേമാതിരി തന്നെ സോഫ്റ്റ് ഫാബ്രിക് ആയാലും നമുക്ക് തയ്ക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തയ്ച്ചു പോകാവുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ മെഷീനിൽ ഏറ്റവും ഇഷ്ടമായത് ഇതിൻ്റെ സൗണ്ടാണ്. സൗണ്ട് താരതമ്യേന കുറവാണ് ഈ മെഷീൻ. പിന്നെ ഇപ്പോൾ ഹെവി ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു ഷോപ്പൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ സിംഗിൾ സ്റ്റിച്ച് അടിക്കുന്നവർക്ക് ഈ ഒരു മെഷീൻ അത്ര നല്ലതല്ലെങ്കിലും ഈവൻ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ നമ്മുടെ സ്വന്തം ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരുടെ ഡ്രസ്സൊക്കെ അടിക്കാനാണെങ്കിൽ ഈ ഒരു മെഷീൻ വളരെയധികം ബെസ്റ്റാണ്. പിന്നെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് ഇതിന് വേണ്ടി കാണേണ്ട ആവശ്യമില്ല. ഈവൻ നമ്മൾക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേബിളിൻ്റെ പുറത്ത് വയ്ക്കാം. അങ്ങനെയൊക്കെ ഒരു ഉപകാരമുണ്ട്. പിന്നെ നമുക്ക് ഇനി എങ്ങനെയാണ് ഈ മെഷീൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഈ ഒരു റെഗുലേറ്റർ സ്റ്റിച്ചിൻ്റെ വലിപ്പം കൺട്രോൾ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൽ അത്യാവശ്യത്തിന് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള സ്റ്റിച്ചസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഓവർലോക്ക്, ഇൻ്റർലോക്ക് അങ്ങനെയൊക്കെ നമുക്ക് ഈ മെഷീനിൽ പോസിബിളാണ്. എംബ്രോയിഡറി ആയാലും പോസിബിളാണ്. ഇപ്പോൾ ഞാനൊരു വൈറ്റ് ഫാബ്രിക്കിൽ ബേസിക്കായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. ഞാനിതിലുള്ള എല്ലാ സ്റ്റിച്ചുകളും മാക്സിമം കാണിച്ചു തരാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രഷർ ഫൂട്ടുകൾ എന്ന് പറഞ്ഞു നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രഷർ ഫൂട്ട്സുകളിലുണ്ട്. ബട്ടൺ ഹോൾ ആയാലും അതേപോലെ തന്നെ ബട്ടൺ അടിക്കുന്നതായാലും അങ്ങനത്തെ കുറച്ച് പ്രഷർ ഫൂട്ടുകളുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സിംഗിൾ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നാണ് നോക്കിയത്. അടുത്തത് അതിൽ തന്നെ കുറച്ചുകൂടി ഒരു ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് അടുത്തത്. 3 ടൈപ്പ് ലൈൻ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് സിക്സാഗുകൾ വരുന്നത്. ഫസ്റ്റത് ഈവനായി കറക്റ്റായിട്ട് ചെറിയ ചെറിയ ഗ്യാപ്പ്. പിന്നെ അടുത്തത് സ്റ്റിച്ചിൻ്റെ വലിപ്പിച്ചിട്ട് കൂട്ടിയിട്ട്. പിന്നെ അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു വലിപ്പ വ്യത്യാസത്തിലാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് സിംഗറിൻ്റെ മെഷീനായാലും മെയിൻറ്റെയിൻസിനായാലും നമുക്കിവിടെ എന്താ പറയുക, മെയിൻറ്റെയിൻ ചെയ്യാനായാലും ഇപ്പോൾ ഇവൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയതിനെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ പാർട്സുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ സിംഗർ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബ്രദേഴ്സും നല്ലൊരു മെഷീൻ തന്നെയാണ്.
അടുത്തത് സിക്സ് ആഗ്. ഇത് നമുക്കിപ്പോൾ ഇവൻ ബേബീസിൻ്റെ ഡ്രസ്സ് അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ അതിൻ്റെ അരികത്ത് അല്ലാതെ നെക്ക് പോർഷനിൽ പല പല കളറിലെ എംബ്രോയിഡറി ത്രെഡ് ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു എന്താ പറയുക എംബ്രോയിഡറി ഡിസൈൻ തന്നെയായിരിക്കും. നമുക്കിവൻ സ്മോക്കിംഗ് ത്രെഡ് ഉപയോഗിച്ചിട്ടായാലും ഈ ഡിസൈൻ ചെയ്താൽ സൂപ്പറായിരിക്കും ശരിക്കും പറഞ്ഞാൽ. അടുത്തത് കുറച്ചുകൂടി സിക്സ് ആഗിൻ്റെ തന്നെ വേറെ കുറച്ചുകൂടി ഒരു എന്താ പറയുക ഇത്തിരി തിക്ക. ഫസ്റ്റ് അടിച്ച് ഇത്തിരി തിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ഇനി കൂടി കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക ലൂസ് ടൈപ്പ്, കുറച്ചുകൂടി ഒന്ന് ഓരോ സ്റ്റിച്ചുകളും തമ്മിലുള്ള ഗ്യാപ്പുകൾ തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇത് കുറച്ചുകൂടി ഡിസ്റ്റൻസ് കൂടിയതാണ്. ഇതൊക്കെ പറഞ്ഞ മാതിരി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പല ഒരു വൈറ്റ് ഫാബ്രിക്കിൽ തന്നെ പല കളറിൽ ഇങ്ങനെ സിംഗിളായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർ ഉടുപ്പെന്ന് തന്നെ പറയാം. അങ്ങനെയൊക്കെ ഒരു ഉടുപ്പല്ലെങ്കിൽ ടോപ്പിനൊക്കെ ഇങ്ങനെ ലൈൻസ് അടിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഒരു കുർത്തി ടോപ്പൊക്കെ ഡിസൈൻ ചെയ്യാൻ ഈ ഒരു മെഷീൻ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. കുർത്തി ടോപ്പ് തന്നെ വേണമെന്നില്ല, നമുക്കിപ്പോൾ ഫ്രോക്ക് ആയാലും അതേപോലെ തന്നെ ചുരിദാറിൻ്റെ നെക്കുകൾ ഒക്കെ ചെയ്യാൻ ഇതൊരു നല്ലൊരു മെഷീൻ തന്നെയായിട്ടേ തോന്നും. പിന്നെ അടുത്തത് ഇത് ഭയങ്കര തിക്കായിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ ഓരോ ഡ്രസ്സിലെ യൂണിഫോമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ വല്ല ലെറ്റേഴ്സ് അങ്ങനത്തെ എന്തെങ്കിലും ടൈപ്പ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഈ ഒരു സ്റ്റിച്ച് വളരെ നല്ലതാണ്. വളരെ തിക്കായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നൂലിൻ്റെ കളറ് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫാബ്രിക്കിൽ ഇപ്പോൾ ചെറിയൊരു ഫ്ലവറൊക്കെ തുന്നാൻ ഈ ഒരു സ്റ്റിച്ച് നല്ലതാണ്. പ്രഷർ ഫുട്ട് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് വേറെ പ്രഷർ ഫുട്ട് ഇടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എംബ്രോയിഡറി ആയാലും ചെയ്യാം. അങ്ങനെ പലതുണ്ട്. ഇത് ഒരു എന്താ പറയുക ഹാർട്ട് ബീറ്റ് ടൈപ്പുള്ളൊരു സ്റ്റിച്ചാണ്. ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോൾഡിങ്ങിനൊക്കെ നല്ലൊരു ബെറ്റർ സ്റ്റിച്ചാണ്. അതേപോലെ തന്നെ ഓവർലോക്ക്, ഇപ്പോൾ ചുരിദാറിൻ്റെയും ബ്ലൗസിൻ്റെയൊക്കെ സൈഡ് ഓവർലോക്ക് ചെയ്യാൻ ഈ ഒരു സ്റ്റിച്ച് നല്ലതായിരിക്കും. അതുപോലത്തെ അടുത്ത സ്റ്റിച്ച് തന്നെയാണ് ഈ ഒരു ഹാർട്ട് ബീറ്റിൻ്റെ ഒരു ഏകദേശം ഒരു ചെറിയൊരു ഹാർട്ട് ബീറ്റിന് പറയുന്നത് ചെറിയൊരു മാതൃക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അങ്ങനത്തെ കുറച്ച് സ്റ്റിച്ചസാണ്. ഇതൊക്കെ ഓവർലോക്കിന് ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതൊരു എംബ്രോയിഡറി ഡിസൈന് വളരെയധികം ആപ്റ്റായിട്ടുള്ളതാണ്. ഇപ്പോൾ എയർലൈൻ ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ അതിൻ്റെ അടിവശത്ത് ഇങ്ങനത്തെ 2-3 സ്റ്റിച്ച് വേറെ വേറെ കളറിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈവൻ സിംഗിൾ കളറിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പോലും നല്ല ഭംഗി ഉണ്ടാവുമായിരിക്കും. ഇനി അടുത്തത് ഇങ്ങനത്തെ സെയിം ട്രയാങ്കിളൊക്കെയാണ് വരുന്നത്. പിന്നെ ഏറ്റവും അവസാനത്തെ സ്റ്റിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടതും പിന്നെ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു മാനുവൽ കണ്ടപ്പോൾ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സ്റ്റിച്ച് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ശരിക്കും അതേ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഡിസൈൻ വന്നിരുന്നു. അതൊക്കെ നമുക്ക് ഷോളിൻ്റെ എഡ്ജ്, സാരിയുടെ എഡ്ജ് അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. നമ്മുടെ ഷിഫോൺ സാരി, ജോർജറ്റ് സാരി അതിൻ്റെയൊക്കെ എഡ്ജ് ഇങ്ങനത്തെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനൊരു നാനാകൃതിയിൽ പണ്ടത്തെ ഒക്കെ ഷോളുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഒരു ഡിസൈൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണാവുന്നത്. മെഷീൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 449 തന്നെയാണ്. പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ നാട്ടിൽ നിന്നല്ല, നമ്മൾ ദുബായിൽ നിന്നാണ് ഈ മെഷീൻ വാങ്ങിച്ചത്. നമ്മുടെ നാട്ടിൽ ഏകദേശം ഈ മെഷീൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 9000 അവിടേക്ക് വരും. ഞാനിതിപ്പോൾ ലുലു മാളിൽ നിന്നാണ് വാങ്ങിച്ചത്. നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിലും അങ്ങനത്തെ ആമസോണിലൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഈ ഒരു റേറ്റൊക്കെ തന്നെ വരുന്നത്. വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയിട്ട് എടുക്കാനായാലും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ വീട്ടിലിരുന്ന് സ്വന്തം ഡ്രസ്സും തയ്ക്കാൻ തന്നെ ഇച്ചിരിയൊക്കെ പുറത്തത്തെ തയ്ക്കുന്നതിനൊക്കെ ഈ ഒരു മെഷീൻ നല്ലതാണ്. പിന്നെ സ്പേസ് നന്നായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു മെഷീൻ നല്ലൊരു ബെറ്റർ ഐഡിയ ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതിൻ്റെ ബാക്കി അനുബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സ്റ്റിച്ചസ് വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ആരുടെയും ആവശ്യമില്ല, നമുക്ക് സുഖമായിട്ട് ഇപ്പോൾ ഈ ഒരു മാനുവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഡെഫിനറ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. See you with another video. Bye.